രാകേഷിന് എന്തുകൊണ്ടാണ് മെരുക്കാൻ കഴിയാത്തത്? ഇപ്പോൾ കേസിനായിരുന്നു അതിന് കെ സുധാകരൻ അതിന് ചുമതല കൊടുത്തു, നേതൃത്വം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാകേഷ് പോവുകയാണെങ്കിൽ പോട്ടെ എന്നൊരു തീരുമാനം, അതിനിപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് കെ സുധാകരൻ അങ്ങനെ നിലപാടെടുക്കാനൊക്കെ കാരണം എന്താ? അയാൾ പോകുന്ന നഷ്ടമല്ലേ? തീർച്ചയായും അതൊക്കെ ഓരോ ആളും രാഷ്ട്രീയം എടുക്കുന്ന നിലപാടാണ്. അപ്പോൾ ആ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് ഒരു പാർട്ടിക്ക് സംവിധാനം സാധിക്കില്ല. ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് തൃപ്തിപ്പെടാതെ അത്തരം നിലപാട് ഒരാൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി പാർട്ടി എന്ന നിലയിൽ അത്തരം നിലപാടിൽ സ്വീകരിക്കാൻ പറ്റും. അത് പാർട്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ ജനത്തിന് മുമ്പിലുണ്ട്, ജനം വിലയിരുത്തട്ടെ. കെ സുധാകരൻ തന്നെയാണോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്? ഇവിടെ അല്ല, കണ്ണൂരിൽ കെ സുധാകരൻ അദ്ദേഹത്തിന് ഈ ഓപ്പറേഷന്റെ ചാർജിന് മാത്രമല്ല, കണ്ണൂരിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടം കണ്ണൂരിലാണ്. പ്രത്യേകിച്ച് CPM കോട്ടയായ കണ്ണൂരിൽ പോലും അദ്ദേഹം ജയിച്ചു വന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ആണെന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഈ കേരളത്തിലെ തന്നെ ഒരു സ്റ്റാർ ക്യാമ്പയിനാണ് കെ സുധാകരൻ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം നാടെന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ താമസിക്കുന്ന ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ അതിന്റെ എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന ഏകോപനമുണ്ട്. റിജിലിന്റെ അടുത്ത സുഹൃത്തും കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണം സാധ്യതകൾ കുറച്ചോ കൂടുതൽ പ്രതിരോധത്തിലാക്കിയോ വോട്ടുകൾ തേടി വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അതൊരു തലവേദനയായോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു തലവേദനയിലേക്ക് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരിൽ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. പരാതിയോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളില്ലാ സമയത്ത് തന്നെ അയാൾക്കെതിരായി ഈ സംഘടനാ സംവിധാനത്തെ മാറ്റി പാർട്ടി സസ്പെൻഡ് ചെയ്തു. പരാതി കൊടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അയാൾ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം പുറത്താക്കി നിലപാടെടുത്തു. അതല്ലേ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുക? ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട തീവ്രത ഇളക്കാനോ അതുമായി ബന്ധപ്പെട്ട് അയാളെ സംരക്ഷിക്കാനോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, പക്ഷേ കെ സുധാകരൻ തന്നെ തുടക്കത്തിൽ പിന്തുണച്ചെത്തിയത് വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കിയില്ലേ നേതൃത്വത്തിന് തന്നെ? അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അദ്ദേഹം ഈ വിഷയങ്ങളിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്താണ് വസ്തുത എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും അത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പരാതി വന്നപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നിയമ സഹായത്തിനോ അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കാനോ പാർട്ടി മുമ്പോട്ട് വന്നിട്ടില്ല. ശബരിമല വിഷയത്തിനകത്ത് നിങ്ങൾക്കറിയാലോ, ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA യും CPM ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുത്തോ? ഈ ഇത്തരം ആരോപണങ്ങൾ വന്ന CPM നേതാക്കന്മാർ പലരും ഇപ്പോൾ ആരുടെ കൂടെയാണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ആരാണ്? ഇതൊക്കെ കേരള ജനങ്ങൾ കാണാണ്. ഇപ്പോഴും ഇരിക്കുകയാണല്ലോ അവിടെ MLA-മാരൊക്കെ, അവർക്കെതിരെ നടപടിയെടുത്തോ? അപ്പോൾ ജനത്തിന്റെ മുമ്പിൽ ഈ വിഷയമുണ്ട്. അപ്പോൾ തീർച്ചയായും മഹിളാ നേതാവ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തീവ്രത നോക്കിയിട്ടാണ് നിലപാടെടുക്കുക എന്ന് പറയുന്നത്. അതൊക്കെ കേരള ജനങ്ങൾ കാണുമല്ലേ. ശരി റിജിൽ, എന്തായാലും തിരക്ക് പിടിച്ച സമയമാണ്. അങ്ങേക്ക് കൂടുതൽ സമയം കവർന്ന് താങ്കളെ ബുദ്ധിമുട്ടാക്കുന്നതിൽ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.